മനസ്സുള്ളവരെ ഞാൻ എന്ത് ചെയ്യുന്നു? യാക്കോബ് അപ്പോസ്തലൻ ആ വാക്യത്തെ എടുത്ത് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആ വാക്യത്തെ വ്യത്യസ്തമാണ് എഴുതിയിരിക്കുന്നത്. എന്തുവാ? ഇരുമനസ്സുള്ളവൻ. ഒന്നിന്റെ കേട്ട ഇരുമനസ്സുള്ളവൻ അവന്റെ വഴിയിലൊക്കെ ഇരുമനസ്സുള്ളവൻ. ഞാൻ ജെയിംസിനോട് പറഞ്ഞു, നീ ഒരു യാക്കോബായി തീരാവും. നിന്റെ ജീവിതത്തിന്റെ വഴികളെല്ലാം കർത്താവ് തുറന്നു. ഞാൻ പറഞ്ഞ ജെയിംസ് എന്ന് പറയുന്ന പേര് തന്നെ യാക്കോബ. അങ്ങനെ ആയിരുന്നാൽ എല്ലാ സ്ഥിതിക്കും എന്തുണ്ടാവും? ദൈവാത്മത്തിൽ ഇരുമനസ്സുള്ളവർ. എന്താ പൈസ പോലെ? ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. അപ്പൊ ധാരാളം പ്രാവശ്യം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മനസ്സുകളെ കുറിച്ചും ഇന്നടുത്ത് പ്രസംഗിക്കാൻ നോക്കിയാൽ ഇന്ന് സമാരാധന നിൽക്കത്തില്ല. കാരണം തൊട്ട് മുന്നിൽ നമുക്ക് സഭയുടെ ഉപവാസ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക് സംസാരിക്കാൻ കർത്താവിൽ ശ്രമപ്പെടാം. എന്നാൽ വ്യത്യസ്തമായ മനസ്സിനെ കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുക. 12 കാര്യങ്ങൾ മാത്രം പറയാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. നിനക്ക് സ്വസ്ഥത ലഭിക്കത്തില്ല, നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകത്തില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സ്. ഒന്ന് കൈകൊടുത്ത് ചോദിച്ചു, നിന്റെ മനസ്സ് നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത്? എന്താ? ഒന്ന് ഇരുമനസ്. 2 എന്താ നിങ്ങൾ പറയട്ടെ? 1 ഇരുമനസ്. 2 എന്താ നിരാശ വരാൻ കാരണം? അവിടെ ആ വാക്യം എഴുതിയിട്ടുണ്ട്. 58-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന ആ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നടക്കാഞ്ഞ് ഒത്തിരി വായിക്കാൻ മനസ്സിലാവും. അപ്പൊ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദൈവഭയം കുറഞ്ഞു പോയാൽ എവിടുന്ന് പറയാം? ദൈവഭയം കുറഞ്ഞു പോയാൽ നിരാശ വരുമെന്ന് പറയാം. നിന്റെ അകത്ത് മഹത്വവും ഭയങ്കരനുമായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വില, അതിന്റെ ഭയം നിന്റെ അകത്ത് കുറഞ്ഞു പോയാൽ താഴ്ന്ന വാക്യം അണ്ടർലൈൻ ചെയ്ത് വായിച്ചാൽ മതി. ഞങ്ങൾ ഓർത്തു ഞങ്ങള് ജാതികളുടെ നടുവിൽ ഇങ്ങനെ ഹൃദയം പറച്ചും നിരാശപ്പെട്ട് വിരിക്കുന്നതിന്റെ കാരണം ശങ്കരൻ എനിക്ക് കൂടുവാത്രം ചെയ്തല്ല. ഭയം നിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയാൽ ബൈബിൾ പറയുന്നു, വായിച്ചോട്ടെ. വേറെ വാക്യം ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. പാസ്റ്ററുടെ കുഴപ്പമല്ല. കൈ കൊടുത്ത് പറ, പാസ്റ്റർ തെറ്റുകാരനല്ല. നിന്റെ ഭയം, നിന്റെ ദൈവം കുറഞ്ഞു പോയി. ജാതികളുടെ മുമ്പിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ലോ. അടുത്ത വാക്യം.
നീ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാമെന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ കാര്യം കുരുവരുമെന്ന് മാത്രമല്ല, നീ ഇങ്ങനെ ഉമ്മ ഓടി കിടക്കാവുന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന്റെ വഴിയിൽ നടന്ന ചാരുകസേന എന്ന ദൈവത്തെ സ്തുതിക്കാമെന്ന് ഞാൻ പറയാൻ പോവാ. ചേർന്ന് ദൈവത്തിന് സ്വന്തം പറയണം. ഹല്ലേലൂയ. കരങ്ങളെ വീഴ്ച ദൈവത്തിനൊരു ഹല്ലേലൂയ പറയണം. നിന്റെ അകത്ത് ദൈവഭയം വർദ്ധിച്ചു. നീ വാഴച്ചോട്ടി കടന്നാലും നിനക്ക് സമാധാനം കിട്ടും. നീ കുടിലിൽ പാർത്താലും നിനക്ക് സന്തോഷം കിട്ടും. ചേർന്ന ദൈവത്തിന് ഹല്ലേലൂയ പറയണം. ശക്തിയോട് എന്റെ ദൈവത്തിന് നന്ദി പറയണം, നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചു പോണം. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും. അപ്പൊ നിരാശയോടെ കാരണം മനസ്സിലാകും. ഇത് പകൽ നിന്റെ ജീവിതത്തിനകത്തൊരു നിരാശയോടെ നീ വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ ഓർക്കണം, എവിടോ ദൈവമായിട്ടുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എവിടോ നീ ദൈവത്തിന്റെ വഴിയിലല്ല, എവിടോ നീ ദൈവത്തിന്റെ പാതയിലല്ല, എവിടോ നീ ദൈവത്തിന്റെ പ്രമാണത്തിലല്ല. ഇന്ന് പകൽ നീ മടങ്ങി വന്നാൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കുവാൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധകരമുയർച്ച ദൈവത്തിന് ശക്തി നിറഞ്ഞ ഹൃദയത്തോടെ സാധ്യമാണ്. അതിനടുത്ത വാക്യം പോണെ അതൊന്ന് വായിച്ചാൽ ഞാൻ തൊട്ടേക്കാവാം. എന്തു? ആ നീ പറയന്റെ പോലെ എങ്ങനെ നേരം വൈകിച്ചെങ്കിൽ നല്ലായിരുന്നു. ആദ്യം പറയും എങ്ങനെ നേരം വെളുത്തെങ്കിൽ എന്താ അകത്ത് നിരാശ കിടക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാം. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാനിടയാകും. ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വരാനിടയാകും. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ തട്ടിയിട്ട് ദൈവത്തിന് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയണം. നിന്റെ ഭയമുണ്ടെങ്കിൽ എന്റെ പകൽ ഭയത്തോട് ദൈവത്തെ ആരാധിക്കും. നിന്റെ അകത്തെ ഭയം വന്നാൽ നിന്റെ പ്രാർത്ഥന കുറയത്തില്ല. നിന്റെ അകത്തെ ഭയം വന്നാൽ നിന്റെ സ്തോത്രം കുറയത്തില്ല. നിന്റെ അകത്തെ ദൈവഭയം വന്നാൽ നിന്റെ സാക്ഷ്യം കുറയത്തില്ല. നിന്റെ അകത്തെ ഭയം വന്നാൽ നിന്റെ ഉപവാസം കുറയത്തില്ല. മനസ്സിലാകുന്ന ദൈവമക്കൾ സ്തോത്രം പറയണം. ഒരു പുള്ളി പറഞ്ഞു, ഈ കരയുന്നതിന് രാത്രി തുണിക്കടയിൽ പോയി തുണി മേടിച്ചു കൊടുക്കണോ? അതെ, എനിക്ക് കുഞ്ഞെ ഇവിടെ നിൽക്കുമ്പം ദൈവം നടത്ത വഴികളെ നോക്കിയായി കരയുന്നത്. ഈ ഭാഗ്യം തന്ന ദൈവത്തിനാണ് ഞാൻ സ്വന്തം പറയുന്നത്. ഈ പദവി തന്ന ദൈവത്തെ നോക്കിയാൽ ഞാൻ കരയുന്നത്. ഞാൻ മനുഷ്യന്റെ മുമ്പിൽ അല്ല കരയുന്നത് കേട്ടോ. ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ് കരയുന്നത്. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ അവൻ അസ്ഥിരത്താകുമെന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒരുവൻ കരഞ്ഞാൽ അവൻ ഒരിക്കലും അനുവദിച്ച പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ അവൻ മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ദൈവം കണ്ണീരിന്റെ കുറിച്ച് മാറിപ്പോകണ്ടേ. അത് മാറിയാൽ ഞാൻ കഠിനപ്പെട്ടു പോകും. കഠിനപ്പെട്ട് പോയാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ കഠിന മനുഷ്യനായിത്തീരും. ഞാൻ എന്നെ പോറ്റാറെന്നാ ദൈവത്തെ പോറ്റുകയാണ്. സ്വന്തം വായിക്കുന്നത് രാവിലെ എണ്ണേക്കുമ്പോ നിനക്ക് എങ്ങനെയും വന്ന് നേരം വൈകിട്ട് കൊള്ളാമെന്ന് പറയും. രാത്രി ഞാൻ പറയും എങ്ങനെയും വന്ന് നേരം എടുത്താൽ. അപ്പൊ ഒന്ന് ഇരുമനസ്സുള്ളവരെ എന്താ പറയുന്നു ദൈവം ഓർക്കുന്നു. രണ്ട് നിരാശയുടെ മനസ്സ്. എന്താ നിരാശ വരാനുള്ള കാരണം? അകത്ത് ദൈവഭയം കുറഞ്ഞുപോയി. എന്ന് കൈകൊടുത്ത് പറ, ഇന്നും നിന്റെ അകത്ത് ദൈവഭയം വർദ്ധിച്ച് പോകാവുന്ന. അത് ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സങ്കീർത്തനം ഇന്ന് മകനെടുത്തത്. 113 സങ്കീർത്തനത്തിലോ ആ വാക്യത്തിന്റെ അവസാനത്തെ വാക്യം വായിച്ചേ. അതിന്റെ അവസാനത്തെ വാക്യം വായിച്ച മോനെ.
നിങ്ങളുള്ള ഭയം നിമിത്തം എന്തുവാ അയ്യോ എന്തോ കോരിത്തരിക്കുമെന്ന്. ഇപ്പൊ ഇവിടെ അതിന് പകരം എന്താ നടക്കുന്നേ? കോരിത്തരിയൊക്കെ പോയേച്ച് കുഞ്ഞെ എന്തുവാ മാനസാന്തരപ്പെട്ടു. നിന്റെ ഭയം നിമിത്തം, നിന്റെ ഭയനിമിത്തം എന്റെ ശരീരം കോരിത്തരിക്കുന്നു. നീ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ആരാധനയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞ് നിനക്കൊരു വിചാരമേ ഉണ്ടായിരിക്കാം. എന്താ? ഇന്ന് പകൽ എന്റെ വിടുതൽ നടക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ അവനെ ആരാധിക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ അവനെ സ്തുതിക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ അവനെ മഹത്വം കൊടുക്കാൻ പോകുക. ഇത്ര ഭയങ്കരനും ബലവാനുമായ ദൈവത്തിന്റെ ദാസിയായി തീരുവാൻ എനിക്ക് കൃപ തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി തോന്നാം. ഇത്ര ബലമായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം എനിക്ക് തന്ന കൃപകൾക്കായി സ്തോത്രമെന്ന് പറയാം. അങ്ങനെ ഭയമുള്ളവൻ മഞ്ഞിരുന്ന് കഴിഞ്ഞപ്പനേ സ്വന്തം പറയാൻ തുടങ്ങും. അവന് സ്വന്തം കേൾക്കുമ്പോ അറിയാം അവനകത്ത് ദൈവവേദന അവനെന്ന് പറയുന്നത്. നീ വന്നിരുന്നാൽ പിന്നെ നീ കണ്ണടയ്ക്കുന്ന സ്വന്തം പറയാൻ തുടങ്ങിയാൽ അറിയണോ അവന് ദൈവത്തെ ഭയം. അവിടെ ഇരിക്കുന്ന ജോസഫ് പാസ്റ്ററെ ഭയം നല്ല. നീ ഞായറാഴ്ച വരേണ്ടത് നീ ദൈവത്തെ ഭയമാണ് നിൽക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവം പട്ടണത്തിന്റെ മുമ്പിൽ നിന്ന് തലകളെ ഉയർത്തും. പട്ടണത്തിന്റെ മുമ്പ് നീ പാടി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകൾ അസ്തമത്തായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നിലപരിധിയായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറയുക. ഇരുമനസ്സുള്ളവരെ ഞാൻ വാക്യപ്പെടാൻ പോവാ. ഇരുമനസ്സുള്ളവരെ, നിരാശയുടെ മനസ്സ് നമ്മളെ കുറവാക്കിപ്പിച്ചു കൊടുക്കും. എന്റെ കുറവാ. ഞാൻ ഇന്ന പകൽ ഉറക്കം കെട്ടിരിക്കുന്നെങ്കിൽ, ഞാൻ ഇന്ന പകൽ നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ, ഞാൻ തകർന്നിരിക്കുന്നെങ്കിൽ അത് എന്റെ കുഴപ്പമാ. ഇവിടെ ഞാൻ വീണ്ടുപോയി അവിടെ നിന്ന് പാലക്കാരൻ ഞാൻ എഴുന്നേൽക്കാൻ എന്നെ തന്നെ സമർപ്പിക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ ആ വാക്യപ്പെടാം. 35-ാം അധ്യായം 1, 2, 3, 4, 5 വാക്യങ്ങൾ വേഗം വായിക്കാം. അനന്തരം മോശ വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധമായി. എന്തുവാ ശിക്ഷ കൊടുത്തത്? ഒന്ന് കൈകൊണ്ട് പറഞ്ഞു, ഞായറാഴ്ചത്തിന്റെ ആരാധന മുടക്കി നീ എങ്ങും പോകണ്ട. 6 ദിവസം. പിന്നെ എനിക്കറിയത്തില്ല ഈ ശനിയാഴ്ച ഏത് കൃപയാ എന്നെ വിളിച്ച് വരുന്നില്ല എന്ന് പറയുന്ന ഏത് കൃപയാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഒന്നും പറയത്തില്ല. സ്വസ്ത്രവും ഞങ്ങൾ വെക്കും. ഞായറാഴ്ച രാവിലെയും ഒരു കുട്ടി വിളിക്കും. അത്യാവശ്യത്തോടെ പോവുകയും ചെയ്യും. രണ്ടും ഞാൻ പറയും. പക്ഷേ 7-ാമത്തെ ദിവസം സാധാരണ ദിവസമല്ല. അതിനൊരു വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഇവിടെ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അതുവിധം പറഞ്ഞുകൊണ്ട് ഇരിക്കുക. നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ തന്നെ നിങ്ങൾ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കണോ. അതിന് വലിയ വിലയുള്ളതാണ്. അത് അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ദൈവത്തിനെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങിയ ദിവസം, ഇറങ്ങി വരുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവരെ കാര്യങ്ങളെ തട്ടി ദൈവത്തിന് ശക്തിയോട് ദൈവത്തിന് സൗഖ്യമുള്ള 7-ാമത്തെ ദിവസം ഒരു സാധാരണ ദിവസമല്ല. അത് വിശുദ്ധിയോട് ദൈവത്തിന് ആരാധിക്കാനുള്ള ദിവസമാണ്. ദൈവം ഒരു പ്രമാണം പറഞ്ഞു. വേഗം വായിക്കാം, സമയം പോകുന്നു. കർത്തവേഷമുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. അന്ന് വേല ചെയ്യുന്നവരെല്ലാം, ഞാൻ അതുകൂടെ എപ്പോഴും പറയുന്നേ, കൂട്ടാനത്തെ തലേദിവസം ഉപ്പി പറ്റിച്ചൊക്കെ വെച്ചോടെ രാവിലെ എഴുന്നേറ്റോളും. 10 മണിയൊന്നുമില്ല. 9 മണിക്ക് നിങ്ങൾ വന്നിട്ട് പ്രാർത്ഥന എവിടെ ആരും സൽപ്പനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതൊരു വിശുദ്ധ ദിവസമാണ്. അതിന് നീ വില കൊടുക്കണം. സമയത്ത് ആലയത്തിൽ വരണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. അന്നത്തെ ദിവസം കാര്യാദികളൊക്കെ അരമണിക്കൂറോട് ക്രമീകരിക്കാം. സ്വോത്രം. അങ്ങനെ നിങ്ങൾ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത് കാണുമ്പോൾ ഒരനുഗ്രഹം ദൈവം നിന്റെ പുറകിൽ കുറിക്കാൻ തുടങ്ങാം. ഒരനുഗ്രഹം ദൈവം നിനക്ക് തരാൻ തുടങ്ങാം. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തിനോട് ഹല്ലേലൂയ പറയണം. ദൈവത്തെ സ്വന്തം
അങ്ങനെ അവിടെ എഴുതിക്കുന്ന വാക്യം എങ്ങനെയാ വായിച്ചേ? അന്നാ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും നിങ്ങൾ എന്ത് ചെയ്യരുത്? തീ കത്തിക്കരുത്. അടുത്ത വാക്യം. നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് ഒരു വഴിപാടെടുക്കുകയും. നല്ല മനസ്സുള്ളവൻ ദൈവത്തിന് വഴിപാട് കൊടുക്കണം. നല്ല മനസ്സോടെ വേണം കൊടുക്കാവുന്നവരാണ്. അപ്പൊ എന്റെ ഒരു ചിന്ത, ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മോശ അങ്ങനെ നല്ല മനസ്സുള്ളവൻ എന്ന് പറയുമ്പോൾ മനസ്സില്ലാത്ത പുള്ളിയും അതിനകത്തുണ്ടെന്നുള്ള ആർക്കറിയാം? മോശയെപ്പച്ചനറിയാം. മോശയെപ്പച്ചനറിയാം. ഒന്നും പറയത്തില്ല. നിങ്ങളിനെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ നോക്കുമ്പോ അമ്മൻ മോശപ്പച്ചൻ അപ്പം എന്തോ അറിയാം. നല്ല മനസ്സില്ലാത്ത ഒരു ഗ്രൂപ്പും ഇതിനകത്തുണ്ടെന്നുള്ളത് നല്ലവണ്ണം മോശപ്പച്ചൻ അറിയാവുന്ന കൈവിടുന്ന. നീ നല്ല മനസ്സോടെ ദൈവത്തിന് വഴിപാട് കൊടുക്കണം. അല്ല അങ്ങനല്ലേ ജോമോനെ? അല്ലേ? കൊടുക്കുവാണെങ്കിൽ നല്ലത് കൊടുക്കണം. അപ്പൊ മോശ അതുകൊണ്ടാ പറഞ്ഞേ, നല്ല മനസ്സുള്ളവന്റെ നിന്ന് മേടിച്ചാൽ മതി, കാരണം അതേ എനിക്ക് ഇഷ്ടമുള്ളൂ. 7-ാമത്തെ ദിവസം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ എങ്ങനെ കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോടെ കൊടുക്കണം. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാനവിടെ വിടുന്നു. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം. അതോടെ വായിച്ചിട്ട് അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് പോകാം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നീയോ നോക്കിക്കേ, ഇത് ആരാ പറയുന്നത്? ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദ്, ആരാധനയിലൂടെ അനുഗ്രഹം പ്രാപിച്ച ദാവീദ്, ആരാധനയിലൂടെ ഈ പുസ്തകം പിടിച്ചെടുത്ത ദാവീദ്. 150 സങ്കീർത്തനങ്ങളിൽ ഏറ്റവും എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ മഹാന് കിട്ടിയ ഭാഗ്യം അല്ലേ? അനേക സങ്കീർത്തനങ്ങൾ ആരുടേതാണ്? ഈ സങ്കീർത്തനം ഇല്ലാന്നെങ്കിൽ ഞങ്ങൾ പലപ്പോഴും വേണം സമാരാധന ശരിയാകത്തില്ല. സങ്കീർത്തനം തത്വനായ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അതൊന്ന് പാടി സന്തോഷിക്കുമ്പോൾ തന്നെ വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പൊ ആ അഭിഷേകനാ പറയുന്നത്. താൻ പറയാനുള്ള കാരണം എന്താ? ഒരു സമയത്ത് താനൊരു ഇടയിച്ചെറുക്കനായി നടന്ന സ്ഥാനത്ത് ഒന്നുമില്ല ഇവിടെ നടുവിൽ നിന്ന് എന്നെ ദൈവത്തിന്റെ കൃപയാ, എന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയാ, എന്നെ ശ്രേഷ്ഠനാക്കുന്ന ദൈവത്തിന്റെ കൃപയാ, എന്നെ മഹാനാക്കുന്ന ദൈവത്തിന്റെ കൃപയാ, പട്ടണങ്ങളിൽ എന്നെ അറിയപ്പെടാൻ ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപയാ, രാജ്യങ്ങളിൽ എന്നെ അറിയപ്പെടാൻ ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപയാ. വിശ്വസിക്കുന്നവരെ കരങ്ങളെ അടിച്ച് എന്റെ ദൈവത്തിന്റെ ശാന്തതയോട് ദൈവത്തിന്റെ സാക്ഷാത്കാരം. ആ ദാവീദ ആരോട് പറയുന്നു? തന്റെ തലമുറയായിരിക്കുന്ന ശലോമോനോട് പറയുന്നു. എനിക്കും അതേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. ഞാൻ പറയും, നിങ്ങളോട് പറയും, മക്കളെ, ഞാൻ ആരാധിച്ച് കിട്ടിയ അനുഗ്രഹമല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് ആരാധിച്ചപ്പോൾ ദൈവം തന്ന നന്മയല്ലാതെ എന്റെ പക്കൽ ഒന്നുമില്ല. ഇത് പറയുന്നവരെയോ ദൈവത്തിന് വേണ്ടുന്നത് ദൈവത്തിന് ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ കരം എന്റെ മകളിലൂടെ ഇറങ്ങി വരികയോ വിശ്വസിക്കുന്ന ദൈവത്തിൽ ദൈവത്തിന് ശക്തി നിറഞ്ഞ ഹൃദയത്തോട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെങ്കിൽ ഗോലിയാത്തിനെ പോലുള്ളവർ മുന്നേ വന്നേക്കാം. പക്ഷേ ഇടയസഞ്ചിയും പ്രാർത്ഥനയുമുള്ള ഒരു മനുഷ്യൻ അവൻ തകരാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. ആരൊക്കെ അവനെ തകർക്കാൻ നോക്കിയോ അവൻ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്നോ വിശ്വാസത്തോടെ കരമലയടിച്ച് ദൈവത്തോട് സ്തോത്രം പറയുമോ? ആരെല്ലാം അവനെ വെല്ലുവിളിച്ചാലും ആരെല്ലാം അവനെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും അവൻ നശിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്റെ ഭാഷയിൽ ഞാൻ ഒന്നുകൂടെ പറയാം. സ്വന്തം മകനും അവനെ തകർക്കാൻ നോക്കിയില്ലേ? കാലം വല്ലാത്ത കാലമാണ് കേട്ടോ. കാലം സ്വന്തം മകനായ അബ്ശാലോം അവനെ തകർക്കാൻ നോക്കിയില്ലേ? ഇല്ലെന്നോ? നോക്കി. പക്ഷെ തകരാൻ ദൈവം നീ തകരാൻ ദൈവം അനുവദിക്കരുത്.
പലതും തകർക്കുമെന്നൊക്കെ പറയും. പക്ഷെ നീ തകരാ അഭിഷക്തനായ ശലോമോനെ നോക്കി ദാവീദ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നിന്റെ നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ. समझ में आता है कि मैं अंग्रेजी बोलूं थोड़ा लेसन मालूम है, मम्मी बताएगा आपको. നിന്റെ അപ്പനായ വായിച്ചോളെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും. ദാവീദ് ചങ്കൂറ്റത്തോടെ പറയുന്നത് എന്ത് മര്യാദക്കാരനായിട്ടാണ് ദാവീദ് പറയുന്നത്. എന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും ഒന്ന് കൈ കൊടുക്കണം. നല്ല മനസ്സോടെ ആരാധിക്കാവേ. നല്ല മനസ്സ്. ഒത്തിരി വിഷയങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്ന സമയമില്ല. അവന് വായിച്ചേ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. അടുത്ത വാക്യം. യഹോവ സർവഹൃദയങ്ങളെയും മൈക്രോസ്കോപ്പ് വെച്ചല്ല, അത് പരിശോധിക്കുന്ന സ്കോപ്പാണ്. നിന്റെ ഹൃദയത്തെ അവൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. നീ എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, എവിടെ പോകാൻ പോകുന്നു, നീ മരിക്കുന്നിടം വരെയുള്ള ലിസ്റ്റ്, മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ലിസ്റ്റ്, മരിച്ചാൽ നീ എവിടെ പോകും, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ അറിയിക്കുന്നത്. കൈകൊടുത്ത് പറഞ്ഞ് അങ്ങനെ തന്നെയാണ്, അത് തന്നെയാ സത്യം, 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 അല്ലാതെ ഒരു കാര്യവും അല്ല, അങ്ങനെ തന്നെ. അപ്പൻ മകനെ ഉപദേശിക്കുക. എന്താ ഉപദേശിക്കുക? നീ അവന്റെ മുമ്പിൽ നല്ല മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ. വായിച്ച പോലെ കമാണ് ആ വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. യഹോവ സർവഹൃദയങ്ങളെ പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം. നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും. ഞാൻ കണ്ടെത്തിയ ദൈവം നിങ്ങളും അവനെ കണ്ടെത്താൻ ഇടയാകും. എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കാൻ ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരങ്ങളെ ഉയർത്തി എന്റെ ദൈവത്തിന് സ്വന്തം പറയണം. ഞാൻ പറയും, എനിക്ക് പ്ലെയിനിൽ കയറി പോകാൻ ഒരു ഭാഗ്യം ദൈവം തന്നെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ മേടിക്കാൻ പാടില്ല. അതൊക്കെ അത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു പറയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ എയർപോർട്ട് വരുന്നത്. ഞാൻ ആറന്മുളയൊക്കെ എയർപോർട്ട് വരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഞാൻ നമ്മുടെ തലമുറകളൊക്കെ ഇവിടെയൊക്കെ പാർക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്ലെയിനൊക്കെ മേടിച്ച് ഓടിച്ചാൽ എന്നാ കുഴപ്പം ബിനു ഇത് ചിരിക്കുന്നു. ബിനു പറയുന്ന മറ്റേ വണ്ടി ഓടിച്ചാൽ ഒരു പരുവത്തിലായെന്നാണ് പറയും. ദൈവം ആരാണ്? നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ, നമ്മുടെ എല്ലാവരുടെ മാറ്റി തരുവാൻ, നമ്മുടെ അന്യമറിയുവാൻ ദൈവത്തിന്റെ കൃപ. ദൈവം വലിയവനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അക്കാലങ്ങളെ അടിച്ചു കർത്താവിൽ സന്തോഷിക്കാമല്ലോ. ഒരു പ്രാവശ്യം പോലെ കർത്താവിൽ സന്തോഷിക്കാമല്ലോ. അവൻ നമ്മുടെ ഹൃദയങ്ങളെയും നിരൂപണങ്ങളെ അതുപോലെ നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിലോ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നെങ്കിലോ നീ പറ ദൈവത്തെ ഉപേക്ഷിക്കില്ല, ദൈവത്തിനെ ഉപേക്ഷിക്കണം. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തെ ഉപേക്ഷിക്കുന്നത്. ഒന്ന് പറഞ്ഞു, ദൈവത്തെ ഉപേക്ഷിക്കുന്നത്, അവൻ നിന്നെ ഉപേക്ഷിക്കും. ദൈവത്തെ ഉപേക്ഷിച്ചാൽ അവൻ നമ്മളെ ഉപേക്ഷിക്കും. ദൈവത്തെ മുഖം പിടിച്ചാൽ അവൻ നിന്നെ വിടുവിക്കും. അവൻ നിന്നെ ഉയർത്ത പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്വന്തം പറയും. വാക്യം ഞാൻ അവിടെ വായിച്ച് അവസാനിപ്പിച്ച് ആരാധനക്കാരെ വിളിക്കാൻ പോവാം. സൂക്ഷിച്ചോളൂ എന്നിട്ട് മുന്നറിയിപ്പ് കൊടുത്തു. നീ സൂക്ഷിക്കണം കേട്ടോ. കാരണം നിന്റെ നല്ല മനസ്സ് മാറിപ്പോകരുത്. കൈ കൊടുത്തോ, നിന്റെ നല്ല മനസ്സ് മാറിപ്പോകരുത്.
ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക നിന്റെ നല്ല മനസ്സ്. അറിയാവുന്ന പാട്ടുകളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യടി ഒന്ന് ഞാൻ വരുന്നതാണ്. ആകയാൽ നമ്മുടെ പിള്ളേർ ശരിയാകും ഞാൻ പറയും. ആരെല്ലാം പറയാം ശരിയാകത്തില്ല, കൊയർ പൊളിയും എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കൊയർ അനുഗ്രഹിക്കപ്പെടും. സ്വന്തം പറ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ശക്തിയോട് പതിനാല് ദിവസങ്ങൾ ഞങ്ങളുടെ ജോമോൻ 21 ദിവസം ഉപവാസത്തിലായിരുന്നു ബലപ്പെട്ട് വന്നിരിക്കുക. എന്തിനാ വന്നറിയാം? നമ്മുടെ സഭ അനുഗ്രഹിക്കുന്നതാണ്. ദൈവത്തെ ധാരാളമായി അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മകനെ ദൈവം നമുക്ക് നൽകിയത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്വന്തം പറയുന്നു. ജർമ്മൻ ഉണ്ടായിരുന്നപ്പോൾ ജർമ്മൻ ഓടി വന്ന് നമ്മളെ സഹായിക്കണം. തനിക്ക് വിദേശ രാജ്യങ്ങൾ പോകേണ്ട അത്യാവശ്യമാണ്. പോകണം. ദൈവം തന്നെ അവിടെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞോണ്ട് വന്നത് നീ സൂക്ഷിച്ചു കൊള്ളുക. അടുത്ത വാക്യം, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി? വിശുദ്ധ മന്ദിരമായ ആലയം പണിയാൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമായി സഭയായി വളരുവാൻ. ഓരോ കല്ലുകളായി നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കരങ്ങളെ നടിച്ച കർത്താവിൽ സന്തോഷിക്കാം. അവർക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കാണ് ദൈവത്തിന് മാത്രം പറയുന്നു. നിന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാക്കി തീർക്കുവാനാ ദൈവത്തിന്റെ ഭക്തനിൽ വിശ്വസിക്കുന്നവർക്കാണ്. ദൈവത്തിന് എഴുന്നേൽക്കാം.